കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്ന ഒരു സംശയത്തിൻ്റെ ഉത്തരമായിട്ടാണ്. അതായത് നമ്മുടെ ഈ മഴയും കാറ്റും തണുപ്പും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് പനി, ജലദോഷം, ചുമ, തുമ്മൽ. ഇത് പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകളിൽ, പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സ്ത്രീകളിൽ ഇത് മൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ, നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാതിരിക്കുകയോ, നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കാതിരിക്കുകയോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് മെഡിസിൻ എടുക്കണം എന്നതിനെയൊക്കെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ നമുക്ക് ഈ ജലദോഷം ചുമയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് പാരസെറ്റാമോളിനെയൊക്കെയാണ്. തലവേദന വരുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്നത് ചിലപ്പോൾ ഒരു പെയിൻ കില്ലേഴ്സും ഒക്കെ ആകും. സാധാരണയായിട്ട് നമുക്ക് ഈ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തോ ഇത്തരത്തിലുള്ള ജലദോഷമോ ചുമയോ തുമ്മലോ പനിയോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മുടെ ആ ഒരു പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യില്ല. കാരണം അത് നടക്കുന്നത് നമ്മുടെ യൂട്രസിനകത്താണ്. അവിടെ സേഫാണ്, സെക്യൂറാണ്. അവിടെ വെച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഉണ്ടാകുന്ന ഒരു വൈറൽ ഫീവർ ഒരിക്കലും നമ്മുടെ ഒരു ഇംപ്ലാന്റേഷനെ ഒന്നും അഫക്റ്റ് ചെയ്യില്ല. മറിച്ച് അതല്ലാതെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഫ്ലൂ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ചിക്കൻ ബോക്സ് വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക്, അല്ലെങ്കിൽ ചുമച്ച് വല്ല ക്ഷയത്തിൻ്റെ എന്തെങ്കിലും TBയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ഒരു ഇംപ്ലാന്റേഷനെയോ അതുപോലെ നമ്മുടെ കുഞ്ഞിനെയും അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതല്ലാതെ മഴ നനഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒരു തണുപ്പ് ഏറ്റുകൊണ്ടോ നമുക്കുണ്ടാകുന്ന ഒരു പനിയോ ജലദോഷമോ തുമ്മലോ ഒന്നും നമ്മുടെ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യില്ല. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ചുമയ്ക്കുന്നുണ്ട് നല്ലതുപോലെ, ഈ ചുമയ്ക്കുമ്പോൾ നമ്മളൊരു വയറിനൊരു ഫോഴ്സ് കൊടുക്കുകയല്ലേ, ഈ ഒരു ഫോഴ്സ് അപ്പോൾ ഒരു ഇംപ്ലാന്റേഷൻ ഫെയിലാക്കാനും നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകാനായിട്ടൊക്കെ കാരണമാകില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. സാധാരണയായിട്ട് നമ്മുടെ ആ ഒരു യൂട്രസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഈ കാണുന്ന സ്കിന്നിന് തൊട്ടപ്പുറം അല്ലാതെ സ്ഥിതി ചെയ്യുന്നത്. അതിനകത്തോട്ട് ഒരുപാട് ലെയേഴ്സ് കഴിഞ്ഞിട്ടാണ്, ഒരു 3-4 ലെയേഴ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ യൂട്രസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ യൂട്രസ് അവിടെ സ്ഥിതി ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഒരു പ്രഹരം നമുക്ക് ഏറ്റു കഴിഞ്ഞാലും അത് എളുപ്പത്തിലൊന്നും നമ്മുടെ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യില്ല. നമ്മൾ നല്ലതുപോലെ അടിച്ചൊരു വീഴ്ച വീണ് കഴിഞ്ഞാൽ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീക്ക് വരെ അത് ആ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുകയുള്ളൂ. അതല്ലാതെ ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീ തലകറങ്ങി വീണ് കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ ഇംപ്ലാന്റേഷനെ ഒന്നും ഫെയിലാക്കില്ല, നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. നമ്മൾ വലിയൊന്നും ഫോഴ്സൊന്നും ഇല്ലാതെ വീണിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു പ്രശ്നമായില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ശക്തിയായിട്ട് ചുമയ്ക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മുന്നതോ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇത് ഞാൻ പറയാനായിട്ട് കാരണം, എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എൻ്റെ മോളെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് തുമ്മലുണ്ടായിരുന്നു. തുമ്മലെന്ന് പറയുന്നത്, ഞാൻ ഡസ്റ്റ് അലർജിറ്റിക് ആയിട്ടുള്ള ഒരു ആളാണ്. ഡസ്റ്റ് എനിക്ക് അലർജിയാണ്, പൊടി എനിക്ക് അലർജിയാണ്. പൊടി വരുമ്പോഴേക്കും ഞാൻ ഒരു ദിവസം വരെ നിർത്താതെ തുമ്മിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ തുമ്മൽ കണ്ടിട്ട് ഞാൻ എൻ്റെ ഗൈനക്കോളജിസ്റ്റിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ തുമ്മലുണ്ട്, എൻ്റെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നെനിക്ക് പേടിയുണ്ട്, എന്തെങ്കിലും അപ്പോൾ എനിക്ക് മെഡിസിൻ തരുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു, താൻ തുമ്മിയെന്ന് വെച്ചിട്ട് തൻ്റെ കുഞ്ഞ് എവിടെയും പോവില്ല എന്ന് പറഞ്ഞു. കാരണം കുഞ്ഞിന് പ്രശ്നം ഉണ്ടാവില്ല എന്ന് അവർ ഡയറക്റ്റായിട്ട് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞത്, ഡയറക്റ്റായിട്ട് എന്തെങ്കിലും മെഡിസിൻ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഹോം റെമഡീസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നവർ പറഞ്ഞു. ഹോം റെമഡീസ് നമ്മൾ എടുക്കുമ്പോഴേക്കും അത് ചിലപ്പോൾ നമുക്ക് ആ ഒരു പരിധി വരെ നമുക്കൊരു ബുദ്ധിമുട്ടുന്നൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം അത് തരും. മറിച്ച് നമ്മളൊരു പെയിൻ കില്ലർ, ഇപ്പോൾ തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പെയിൻ കില്ലർ എടുക്കുമ്പോഴേക്കും ആ പെയിൻ കില്ലർ അവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ നമുക്ക് ആ പെയിൻ തരുന്ന ആ ഒരു നെർവിനെ കുറച്ച് നേരത്തേക്കൊന്ന് മന്ദീഭവിപ്പിച്ചിട്ടാണ്. ആ ഒരു പ്രവർത്തനം നമ്മുടെ ഇംപ്ലാന്റേഷൻ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊരു ചുമയോ ജലദോഷമോ തലവേദനയോ ഒക്കെ വരുമ്പോഴേക്കും പെയിൻ കില്ലർ എടുക്കുന്നത് അവിടെ കുറയ്ക്കുക. അതല്ലാതെ നിങ്ങൾ ചുമയ്ക്കുന്നത് കൊണ്ടോ നിങ്ങൾ തുമ്മുന്നത് കൊണ്ടോ നിങ്ങൾക്ക് പനി വരുന്നത് കൊണ്ടോ നിങ്ങളുടെ കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇനി നമുക്ക് എന്തെല്ലാം ഹോം റെമഡീസ് ചെയ്യാം എന്നുകൂടി നോക്കാം. സാധാരണയായിട്ട് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു പെയിൻ കില്ലർ എടുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിസിൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്, ഒന്നുകിൽ ഡോസ് കൂടിയിട്ടുള്ളൊരു തുമ്മലിൻ്റെ മെഡിസിൻ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിടന്ന് ഉറങ്ങും. അതല്ല, ഇപ്പോൾ നമ്മളൊരു തലവേദന ഉണ്ടാകുമ്പോൾ ഒരു പെയിൻ കില്ലർ വാങ്ങിച്ച് കഴിക്കുമ്പോഴേക്കും ആ പെയിൻ കില്ലറിൻ്റെ പ്രവർത്തനം അവിടെ പോകുന്നത് നമ്മുടെ ആ ശരീരത്തിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നെർവിനെ ഒന്ന് ഡൗൺ ആക്കിയിട്ടായിരിക്കും അതിൻ്റെ പ്രവർത്തനം പോകുന്നത്. ചില ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞു തരുന്നത്, നിങ്ങൾ അങ്ങനെ പെയിൻ കില്ലർ
എടുക്കുന്നവർ ഒരു ഡോക്ടറോട് ചോദിക്കാതെ, ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ, അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് പോകുന്നവർ, അല്ലെങ്കിൽ പ്രഗ്നൻസി വെയിറ്റ് ചെയ്യുന്നവർ, ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയവർ, പ്രഗ്നൻസി പോസിറ്റീവ് ആയവരൊക്കെ ഡോക്ടറോട് ചോദിക്കാതെ നമ്മൾ ഡയറക്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുമ്പോഴേക്കും അത്തരത്തിലുള്ള പെയിൻ കില്ലേഴ്സ് നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആക്കുന്നതിന് ചിലപ്പോൾ കാരണമാകും. അതുകൊണ്ട് കഴിവതും നിങ്ങൾ അത്തരത്തിലുള്ള പെയിൻ കില്ലേഴ്സും മെഡിസിൻസും ഡയറക്റ്റ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്നത് കുറയ്ക്കുക. അതുപോലെ തന്നെ ആ പെയിൻ കില്ലേഴ്സൊക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ പാരസെറ്റാമോൾ കഴിച്ചോളുക. പാരസെറ്റാമോൾ കഴിച്ചോളാനായിട്ട് പറയുന്നത്, നമ്മൾ കൂടുതലായിട്ട് പാരസെറ്റാമോൾ കഴിക്കുകയല്ല വേണ്ടത്. രാവിലെ ഒന്ന്, ഉച്ചയ്ക്ക് ഒന്ന്, വൈകുന്നേരം ഒന്ന്, രാത്രി ഒന്ന്, അങ്ങനെ നിങ്ങൾ കഴിക്കരുത്. രാവിലെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അടുത്തൊരു ഡോസേജ് നിങ്ങൾ കഴിക്കുക. അതും കൂടുതലായിട്ട് നിങ്ങൾ എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ തുമ്മലും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്യുക. പനി ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പാരസെറ്റാമോൾ കഴിക്കാതെ നമ്മൾ ഇരിക്കില്ലല്ലോ. പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പാരസെറ്റാമോൾ കഴിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്തരത്തിലുള്ള ജലദോഷവും തുമ്മലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ നല്ലപോലെ ആവി കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ചുവന്നുള്ളി ചതച്ചതും അതുപോലെ തന്നെ കുറച്ച് തുളസി ഇലയും ഇട്ട്, പനിക്കൂർക്കയില ഇട്ടിട്ട് നിങ്ങൾ ആവി പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോഴേക്കും ആ ഒരു ആവി നമ്മൾ ഉള്ളിലോട്ട് കൊള്ളുന്നത്, നമ്മുടെ തലയൊക്കെ കവർ ചെയ്ത് പിടിച്ചിട്ട് ആ മൂക്കിലോട്ട് ശരിക്കും അത് അടിച്ചങ്ങോട്ട് ഉള്ളിലോട്ട് കയറ്റുന്നത് നമ്മളുടെ ആ ഒരു തരത്തിലുള്ള അലർജറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ചുക്ക് കാപ്പി, ചുമയുണ്ടെങ്കിൽ ചുക്ക് കാപ്പി ഇട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോൾ ചുക്കും കുരുമുളകും അതുപോലെ ഇപ്പോൾ പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് പലരും കാപ്പിയിട്ട് കുടിക്കാറുണ്ട്. അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളൊരു ചുക്ക് കാപ്പിയുടെ പൊടി വാങ്ങിച്ചിട്ട് അത് തിളപ്പിച്ച് കുടിച്ചാലും മതി. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോഴേക്കും ഇങ്ങനെ ചുക്ക് കാപ്പി പൊടി കുടിക്കുമായിരുന്നു ഇട്ടിട്ട്. 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിനൊരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആ ഒരു പാക്കറ്റിൽ ഒരു ഗ്ലാസ് ആണെങ്കിൽ ആ ഒരു ഗ്ലാസ്സിൽ നല്ലതുപോലെ ഇട്ട് നല്ലതായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളവും ഞാനിങ്ങനെ ആ തിളച്ച് വരുന്ന സമയത്ത്, ആ ചായ ഇടുന്ന സമയത്ത് ആ വെള്ളം തിളച്ച് വരുന്നത് നല്ലപോലെ മൂക്കിലോട്ട് ഇങ്ങനെ കയറ്റി ഇങ്ങനെ എടുക്കുമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വെള്ളം നല്ല ചൂടോടുകൂടി കുടിക്കുന്നത്, ചുക്ക് കാപ്പി ചൂടോടുകൂടി കുടിക്കുന്നതോ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ചുമയുള്ളവരാണെങ്കിൽ നമ്മൾ ചുമന്നുള്ളിയും അതുപോലെ കൽക്കണ്ടവും കൂടി ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം, ചുവന്നുള്ളിയുടെ വെള്ളം ആ കൽക്കണ്ടവും കൂടി ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കുക. അതിന് ശേഷം അതൊന്ന് കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ നല്ലപോലെ ചുമ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുരുമുളകൊക്കെ കടിച്ചൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് നമുക്കൊരു ആശ്വാസമൊക്കെ കിട്ടുന്നതിന് അത് സഹായിക്കും. പക്ഷേ ഈ ഹോം റെമഡീസ് മാത്രം ചെയ്ത് നിങ്ങൾ നിൽക്കരുത്. ഒരു ദിവസം നമ്മൾ ഹോം റെമഡി ചെയ്തു, അല്ലെങ്കിൽ ഒരു 2 ദിവസം നമ്മൾ ഹോം റെമഡി ചെയ്തു, എന്നിട്ടും നമുക്ക് കുറയുന്നില്ല എങ്കിൽ 3-ാമത്തെ ദിവസം നിങ്ങൾ ഹോം റെമഡിക്ക് വേണ്ടി പോകരുത്. മറിച്ച് ഒരു ഡോക്ടറെ പോയി കാണുക. ഒരു ഫിസിഷ്യനെയാണ് നിങ്ങൾ കാണാൻ പോകുന്നതെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾ പറയുക, നിങ്ങൾ മെഡിസിൻ എടുക്കുന്നുണ്ട്, പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്, അപ്പോൾ അങ്ങനെയുള്ള മെഡിസിൻ തരാനായിട്ട് പറയുക. ഡയറക്റ്റ് ഒരിക്കലും മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ചിട്ട് ഞാൻ പ്രഗ്നൻസി നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് തരാനായിട്ട് കഴിയണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഒരു ഫിസിഷ്യനെ പോയി കാണുക. ഇപ്പോൾ ടെലിഫോണിക് കൺസൾട്ടേഷനൊക്കെ ഒരുപാടുണ്ടല്ലോ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങളെ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ നിങ്ങൾ സമീപിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്ന മെഡിസിൻ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡയറക്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഈ സമയത്ത് മെഡിസിൻ വാങ്ങിച്ച് കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ആ ഒരു ചുമയ്ക്കുന്നത് കൊണ്ടോ തുമ്മുന്നത് കൊണ്ടോ പനി വരുന്നത് കൊണ്ടോ ഒന്നും നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.